മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമേയുള്ള ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്വത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ്. ആ ദളിത് പൊളിറ്റിക്സുകളെ പിൽക്കാലത്ത് CPM അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇല്ല എന്ന നിലപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സ്വത്വ പാർട്ടികൾ ഇപ്പോഴും അധികാരത്തിലുണ്ടല്ലോ. സ്വത്വ രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളെ ഇവർ ഉദ്ദേശിക്കുന്ന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പിന്നീട് ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നതിനെ പൂർണ്ണമായി നിരാകരിക്കാൻ സാധിക്കില്ല. മായാവതി ഈ പറഞ്ഞ സ്വത്വബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു ജാതി പൊളിറ്റിക്സിനെ മാത്രം മുൻനിർത്തി അവിടെ അധികാരത്തിൽ വന്ന ആളാണ്. ഇന്നെന്താണ് മായാവതിയുടെ പാർട്ടിയും അവിടുത്തെ പൊതു സംവിധാനം വന്നു ചേർന്നിരിക്കുന്നത്? മതരാഷ്ട്രവാദികൾ കടന്നുകൂടിയാൽ എന്ത് ചെയ്യും? വർഗീയ നിലപാടുള്ള ഇന്നത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MSFഉം മുസ്ലിം ലീഗും. വർഗീയ സംഘടനയാണെന്ന് ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അത് ഓൺ ചെയ്യുന്നില്ല. അല്ല, അതിലൊരു വേറെ പ്രശ്നം കൂടിയുണ്ട്. പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, സംഘപരിവാറിനെതിരെ ഈ നാട്ടിൽ ആരെങ്കിലും കേസെടുത്തിട്ടാണോ നമ്മൾ സംഘപരിവാറിനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് എനിക്കൊപ്പം. നമസ്കാരം. നമസ്കാരം. സഞ്ജീവിൻ്റെ മണ്ണാർക്കാട് പ്രസംഗമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലൊരു ചർച്ച. ആ പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ്. ഈ സ്വത്ത് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് സഞ്ജീവിൻ്റെ അഭിപ്രായം? സ്വത്ത് രാഷ്ട്രീയം അത് ലോകത്തെമ്പാടും നിലനിൽക്കുന്നതാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജാതി, മതവിഭാഗങ്ങൾ, ഭാഷ, വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഈ പറഞ്ഞ വ്യത്യസ്തതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വത്ത് രാഷ്ട്രീയം വ്യത്യസ്ത രൂപത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്വത്വവർഗ്ഗങ്ങൾ, ഒന്ന് ന്യൂനപക്ഷ സ്വത്വബോധത്തെ ഉയർത്തിപ്പിടിച്ചും മറ്റൊന്ന് ഭൂരിപക്ഷ സ്വത്വബോധത്തെ ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് മതരാഷ്ട്രവാദ സംഘടനകളായിട്ടുള്ള ആളുകളാണ്, ഒന്ന് RSSഉം ഒന്ന് ജമാഅത്ത് ഇസ്ലാമി. എന്നാൽ അതേ നിലയിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ലെങ്കിലും വർഗീയ നിലപാടുള്ള ഇന്നത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MSFഉം മുസ്ലിം ലീഗും. ഈ സ്വത്ത് രാഷ്ട്രീയത്തെയും വർഗീയതയും നമുക്ക് ഒരു അതിർവരമ്പിടുകയാണെങ്കിൽ എപ്പോഴാണ് ഈ സ്വത്ത് രാഷ്ട്രീയം വർഗീയതയിലേക്ക് മാറുന്നു എന്ന് തോന്നുന്നു? അതിൽ കുറേ ഡിബേറ്റബിളായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്വത്വത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് ആ സ്വത്വം മാത്രമാണോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു സാമൂഹ്യ പ്രശ്നമായും എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് അഭിസംബോധന ചെയ്യേണ്ടതാണ്. അതിന് പലവിധ ഉദാഹരണങ്ങളും അതിനെ ന്യായീകരിക്കാൻ ഈ സ്വത്വവാദികൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അംബേദ്കറെ പോലുള്ളവരെ അതിന് കോട്ട് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലെ പ്രശ്നം അതാണോ? ഈ സ്വത്വവാദികളുടെ പ്രശ്നങ്ങളെ ഒരു സാമൂഹ്യ പ്രശ്നമായി കണ്ട് അതിനെ എല്ലാവരും കൂട്ടായി നിന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് വേണ്ടത്? എല്ലാവിധ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് ആ വിഷയത്തെ അഭിസംബോധന ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ നേരെ മറിച്ച് ആ വിഷയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മതത്തെ സംഘടിപ്പിക്കുകയും ആ വിഷയത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ആ മതത്തിലെ ആളുകളെ സംഘടിപ്പിച്ച് മറ്റ് മതങ്ങൾ മേലുള്ള വെറുപ്പുകൾ ജനിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് അതിനെ വഴിമാറ്റി വിടുന്ന സ്ഥിതി ഇന്ന് പ്രത്യേകിച്ച് പോസ്റ്റ് മോഡേൺ കാലത്ത് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യയിൽ സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയങ്ങളാണ്. ഒന്ന് ദളിത് പൊളിറ്റിക്സ് ആണ്, മറ്റൊന്ന് ന്യൂനപക്ഷ രാഷ്ട്രീയമാണ്. ഈ ദളിത് പൊളിറ്റിക്സ് അതൊരു സ്വത്ത് രാഷ്ട്രീയമാണ്. സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആളുകൾ കേരളത്തിൽ, ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ സ്വത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുണ്ട്, സ്വത്വാഭിമാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ബീഹാർ സ്വത്വ രാഷ്ട്രീയത്തിന് ഏറ്റവും ഉയർന്ന തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം. എനിക്ക് ഏറ്റവും തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഫ്രണ്ട് ലൈൻ പൂർണ്ണമായും ബീഹാറിലെ ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഈ പൊളിറ്റിക്സിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്രണ്ട് ലൈനായിരുന്നു കഴിഞ്ഞ തവണ ഇറങ്ങിയത്. അപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമേയുള്ള ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്വത്വ രാഷ്ട്രീയ പ്രശ്നങ്ങളിലാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷമായിട്ടും ഈ സ്വത്വ രാഷ്ട്രീയവാദികൾക്ക് ഈ പറഞ്ഞ സ്വത്വ വിഭാഗങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താനോ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് കാണണ്ടേ? പ്രത്യേകിച്ച് ബീഹാറിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണോ? പലപ്പോഴും വന്നിട്ടുള്ള പരിമിതിയാണ്. ആ പരിമിതിയെ പലപ്പോഴും സ്വത്ത് രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യുന്നവർ ഇന്ത്യയിൽ എത്ര തവണ ഭരണത്തിൽ വന്നിട്ടുണ്ട്? അല്ല, അത് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ടുള്ള ഭരണത്തിൽ വന്നിട്ടുള്ള ആളുകൾ കേരളത്തിൽ നോക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിൽ കോൺഗ്രസ്, ഇപ്പോൾ BJP, ഇവരൊക്കെ ആണ് ഭരിച്ചിട്ടുള്ളവർ, ഭരണവർഗമായി നിലനിന്നത്. സ്വത്ത് രാഷ്ട്രീയത്തെ മുൻനിർത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്ന് ആരോടാണ് ചോദിക്കേണ്ടത്? പ്രാദേശിക പാർട്ടി. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ചോദിക്കുന്നത് ഈ മായാവതി
മായാവതി ഈ പറഞ്ഞ സ്വത്വബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒരു ജാതി പൊളിറ്റിക്സിനെ മാത്രം മുൻനിർത്തി അവിടെ അധികാരത്തിൽ വന്ന ആളാണ്. ഇന്നെന്താണ് മായാവതിയുടെ പാർട്ടിയും അവിടുത്തെ പൊതു സംവിധാനം വന്നു ചേർന്നിരിക്കുന്നത്? ആ സ്വത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജനവിഭാഗങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന സ്വത്വവാദികൾ എന്താണോ ഭയപ്പെട്ടിരുന്നത് അവർ സംഘപരിവാറിൻ്റെ ആ ആലയിലേക്ക് പോയി. അല്ല, അത് അവിടെ നിൽക്കുന്ന പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ശരിയാണെന്ന് വരുന്നത്. കാരണം ആ സ്വത്വത്തെ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരം ആളുകൾക്ക് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തെ എങ്ങനെ ഈ വർഗീയവാദ നിലപാടുകളിലേക്ക് ചേക്കേറാൻ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. അത് വ്യത്യസ്ത രൂപത്തിൽ, ഭാഷയുടെ രൂപത്തിലാവാം, ജാതിയുടെ രൂപത്തിലാവാം, ഈ പറഞ്ഞ മതത്തിൻ്റെ രൂപത്തിലാവാം, അതിന് എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് കാണേണ്ടതായി വരും. അവിടെയാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു പൊതുപ്രശ്നമായി അതിനെ മുൻനിർത്തിക്കൊണ്ട് അത് പൊതുവിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജനകീയമായി അഭിസംബോധന ചെയ്യേണ്ടതാണ്. പൊതുപ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് മുൻനിർത്തിയിട്ടുള്ളത്. ഈ പൊതുപ്രശ്നങ്ങളായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നാണോ സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത്? കാരണം സ്വത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സവർണ മേധാവിത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദളിതർ അതിജീവനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ചെയ്യുന്നത്? പോരാട്ടത്തോടൊപ്പം നിന്നിട്ടുള്ളത് ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല. ആ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ ആ പോരാട്ടം നയിച്ചിട്ടുള്ളത്. സംഘടിക്കരുതെന്ന് എങ്ങനെ പറയും? അല്ല, ആ വിഭാഗം സംഘടിപ്പിക്കപ്പെടുമ്പോൾ തന്നെയും അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും പിന്നീട് ഈ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമായും രാഷ്ട്രീയ അധികാരത്തിൻ്റെ താല്പര്യങ്ങളുടെ ഭാഗമായും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്, തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുകയാണ്. ആ തെറ്റായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി പിന്നീട് എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് ഇന്ത്യയിൽ ഉടനീളം കാണാൻ കഴിയും. നിങ്ങൾ പറഞ്ഞു കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷെ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സ്വത്വ പാർട്ടികൾ ഇപ്പോഴും അധികാരത്തിലുണ്ടല്ലോ. ഇപ്പോഴും അധികാരത്തിലുണ്ടല്ലോ. തമിഴ്നാട്ടിൽ സ്വത്വ പാർട്ടി അവർ മാത്രം വിചാരിച്ചാൽ ഇന്ത്യയിലെ മൊത്തം സ്വത്വത്തിന്റെ പ്രശ്നം, ദളിത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അവിടെയാണ് ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂട്ടായി നിന്ന് പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജനാധിപത്യ കക്ഷികളായിട്ടുള്ള സംഘടനകളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്വം. അഭിസംബോധന ചെയ്യാതെ പോയതായിരിക്കാം ഒരു പക്ഷേ. ഇന്ത്യയിൽ ബീഹാറിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായിരുന്ന CPM ഇപ്പോൾ ബീഹാറിലും ആന്ധ്രയിലും ഒന്നും ഇല്ല. അതിൻ്റെ പ്രശ്നം ഈ പറഞ്ഞ പോലെ സ്വത്വത്തെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയതായിരിക്കില്ലേ? അത് പല വിധത്തിലായിട്ടുള്ള വിമർശനങ്ങൾ CPM-നെതിരെ പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. അംബേദ്കറുമായി ബന്ധപ്പെട്ട് അംബേദ്കറിസ്റ്റുകൾ പല ഘട്ടങ്ങളിലായി CPM-ന്റെ പാർട്ടി കോൺഗ്രസ്സുകൾ തന്നെ അതിനെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ചർച്ചകൾ നടത്തി എങ്ങനെ ഇതിനെ നേരിടണം എന്നതിനെക്കുറിച്ചൊക്കെ പിന്നീട്. അപ്പോൾ ആ സ്വത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട് CPM. സ്വത്വ രാഷ്ട്രീയത്തെ അംഗീകരിക്കുക എന്നതല്ല, സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നങ്ങളെ ഇവർ ഉദ്ദേശിക്കുന്ന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് പിന്നീട് ഹൈജാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിൽ ഇന്ത്യയിൽ തെളിവുകളോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവർക്ക് പിന്നീട് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല, ദീർഘകാലത്തേക്ക് ആ പ്രൊപ്പഗണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പല ഘട്ടങ്ങളിലായി അവർ പല പ്രശ്നങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായി ഇതിനെയും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ള അതാണിപ്പോൾ സഞ്ജീവ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP അവരൊക്കെ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളിൽ ഒന്നായി ഞങ്ങൾ ഇത് ഏറ്റെടുത്തോളാം, നിങ്ങൾ അങ്ങനെ സംഘടിക്കാൻ. കോൺഗ്രസ് BJP നിൽക്കുന്ന ഒരു പ്രശ്നം അത് നമ്മൾ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, ഇവരുടെ രണ്ടുപേരുടെയും സാമ്പത്തിക നിലപാടെന്താ? നവലിബറൽ കാലഘട്ടത്തിന് ശേഷം ഇവരുടെ നിലപാടെന്താ? ഉദാരവൽക്കരണത്തിനും ഈ പറഞ്ഞതുപോലെ ആഗോളവൽക്കരണ താല്പര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് ഇവരുടെ നിലപാടുകൾ. അപ്പോൾ ആ നിലപാടുള്ള അതേ നിലയിലാണോ നിങ്ങൾ ഇടതുപക്ഷ പാർട്ടികളെയും കിട്ടിയിരിക്കുന്നത്? ഇതൊരു സാമ്പത്തിക പ്രശ്നമല്ലല്ലോ. അല്ല, ഞാൻ വളരെ പ്യുവർലി സ്വത്വത്തിന്റെ സ്വത്വത്തിലേക്കാണ് ഞാൻ വരുന്നത്. സ്വത്വത്തിന്റെ വിഷയത്തെ ഇപ്പോഴും സഞ്ജീവ് പോകുന്നത് സാമ്പത്തിക വിഷയത്തിലേക്കാണ്. സാമ്പത്തിക നയമാണ് പ്രധാനം എന്നുള്ള പഴയ വാദത്തിലേക്കാണ് പോകുന്നത്. സ്വത്വം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ സ്വത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഈ അംബേദ്കറിസ്റ്റുകളുടെ ദളിത് പൊളിറ്റിക്സ് ഒക്കെ ഉയർന്നു വരുന്നത്. ആ ദളിത് പൊളിറ്റിക്സുകളെ പിൽക്കാലത്ത് CPM അംഗീകരിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അത് ഇല്ല എന്ന നിലപാടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ പാർട്ടി പല ഘട്ടങ്ങളിലെ പാർട്ടി കോൺഗ്രസുകളിലായി പല രൂപത്തിൽ അത് ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ പക്ഷേ ആ പ്രശ്നങ്ങളെ പലപ്പോഴും അതിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെയും അത് കൂട്ടായി നിന്ന് പരിഹരിക്കാൻ ആവശ്യകരമായിട്ടുള്ള ഇടപെടൽ കൂടി ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതിനർത്ഥം അവർ സംഘടിക്കേണ്ടതേ ഇല്ല എന്ന നിലപാടൊന്നും ഞങ്ങൾക്കില്ല. സംഘടിക്കേണ്ടതേ ഇല്ല സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നതിനെ പൂർണ്ണമായി നിരാകരിക്കുന്നില്ല. അങ്ങനെയൊന്നും സാധിക്കുന്ന കാര്യമില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, തമിഴ്നാട്ടിൽ DMK ഉണ്ടല്ലോ, അവർ ഭാഷാപരമായിട്ടുള്ള CPM സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് അവരോട് ബന്ധമുണ്ടല്ലോ. തമിഴ്നാട്ടിൽ സ്വത്തുണ്ട്, പറഞ്ഞ പോലെ ഇന്ത്യയിലെമ്പാടുമുള്ള സ്വത്വവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ സ്വത്വവാദ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ആ സ്വത്വവാദ സംഘടനകളിൽ ഈ പറഞ്ഞതുപോലെ മതരാഷ്ട്രവാദികൾ കടന്നുകൂടിയാൽ എന്ത് ചെയ്യും?
ആ നിലപാട് ഞാൻ അതിലേക്ക് വരാം. ഈ സ്വത്വവാദത്തിന്റെ പ്രശ്നം നിലനിൽക്കുമ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 സ്വത്വ പ്രശ്നങ്ങളായി നിലനിൽക്കുന്നു. ഒന്ന് ഈ ദളിത് പ്രശ്നമാണെങ്കിൽ, രണ്ടാമത്തത് ന്യൂനപക്ഷവും, മൂന്നാമത്തത് സ്ത്രീ പ്രശ്നവുമാണ്. സ്ത്രീ പ്രശ്നം അവിടെ നിൽക്കട്ടെ, എല്ലാവർക്കും അതിൻ്റെ പരിമിതികളുണ്ട്. ഇതിൽ രണ്ടാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ വിഷയമാണ് ന്യൂനപക്ഷങ്ങളുടെ വിഷയം എന്ന് പറയുന്നത്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 2 തരം ഭീഷണികൾ നേരിടുന്നുണ്ട്. ഒന്ന്, ഇന്ത്യ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ്. 2, ഇന്ത്യ ഭരിക്കുന്നത് ആ മഹാഭൂരിപക്ഷത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന BJP എന്ന് പറയുന്നൊരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങളുടെ അവരുടെ വിഷമങ്ങൾ വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്യുക? സ്വാഭാവികമായും വർദ്ധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഏതെങ്കിലും വിഭാഗത്തോടു കൂടി സംഘടിപ്പിക്കപ്പെടുകയോ അവിടെ മറ്റൊരു മതരാഷ്ട്രവാദികൾക്ക് ആ വിഭാഗത്തിൻ്റെ ഇടയിലേക്ക് കടന്നുകൂടാനുള്ള ഒരു സാധ്യത സൃഷ്ടിക്കാതിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഏതെങ്കിലും സംഘടനകൾ അവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അല്ലേ? എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗമായും ലോകമെമ്പാടും മതരാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഭാഗമായി വ്യത്യസ്ത തോതിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ തെറ്റായ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്ക് ഇന്ന് കേരളത്തിൻ്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ഇത്രയേറെ ഊട്ടിയുറപ്പിക്കുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ആര് സ്ഥാനം കൊടുക്കുന്നു? നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ അത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു. തങ്ങൾ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായി നിൽക്കുന്നവരാണെന്ന് പറയുന്നവർ തന്നെ സാധ്യതകൾ ഉണ്ടാകും. സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രമുണ്ടാക്കി പാകിസ്ഥാൻ, ഇനിയും മുസ്ലിങ്ങൾ സംഘടിച്ചാൽ അവർ രാഷ്ട്രമുണ്ടാക്കും. മുസ്ലിങ്ങളെ ഈ അപരവൽക്കരിക്കുന്ന രാഷ്ട്രീയമാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നത്. അതേ രാഷ്ട്രീയമാണിപ്പോൾ സഞ്ജീവ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ സംഘടിച്ചാൽ രാഷ്ട്രമുണ്ടാവും, മതരാഷ്ട്രവാദമാകും. അങ്ങനെ അപരവൽക്കരണത്തിൻ്റെ ഒരു സിദ്ധാന്തം SFI പറയാൻ പാടുണ്ടോ? അതിലൊരു പെശകുണ്ടല്ലോ. നിങ്ങൾ നടത്തുന്ന ആ വിമർശനത്തിലെ ഒരു പ്രധാന പെശക്, ഞങ്ങൾ പറയുന്നത് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അല്ല, ഞങ്ങൾ സംഘപരിവാർ പറയുന്നതല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കുന്നവർക്ക് തോന്നുന്നത് സംഘപരിവാർ പറയുകയാണ് മുസ്ലിങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടാൽ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കും, മതരാഷ്ട്രവാദം ഉണ്ടാക്കും. ആ മുസ്ലിം ഭീതിയിൽ, ഇസ്ലാമോഫോബിയയിൽ നിന്ന് രൂപപ്പെടുന്ന ഹിന്ദു ഐക്യമാണ് സംഘപരിവാറിന്റെ അജണ്ട. അതേ അജണ്ട തന്നെ CPM പറയാണ്, ഇതാ മുസ്ലിങ്ങൾ സംഘടിക്കുന്നു, ആ സംഘടിക്കുന്ന മുസ്ലിങ്ങൾ മതരാഷ്ട്രവാദികളാണ്, അവർ മതജീവികളാണ് എന്ന് പറയുന്നിടത്ത് സംഘപരിവാർ ജനവിഭാഗം സംഘടിക്കുന്നതിലോ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ അല്ല ഞങ്ങൾ SFI ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വിമർശനം ക്ലിയറാണ്. എന്താണ് ഞങ്ങളുടെ വിമർശനം? ഞങ്ങളുടെ വിമർശനം ഈ സംഘടന വഴിപ്പെട്ടിരിക്കുന്നു. ആർക്ക് വഴിപ്പെട്ടിരിക്കുന്നു? ജമാഅത്ത് ഇസ്ലാമിക്ക് വഴിപ്പെട്ടിരിക്കുന്നു. ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടനക്ക് വഴിപ്പെടേണ്ടതാണോ കേരളത്തിൻ്റെ സെക്കുലർ ഫാബ്രിക്കിന് നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ചെയ്യേണ്ടത്? അതുവഴി എന്താ ഉണ്ടാകുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഘപരിവാറിന് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന തലമുറയിലും നിലനിൽക്കുന്ന തലമുറയിലും ഇടപെടാനും അവരുടെ തലച്ചോറിൽ ബ്രെയിൻ സ്റ്റോമിങ് നടത്താനുമുള്ള ഒരു ഫ്രീ വാക്വം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ക്യാമ്പസിനെ അറിയുന്നത് കൊണ്ടാണ് ഞങ്ങൾ അത്തരം ഒരു വിമർശനത്തിലേക്ക് കിടക്കുന്നത്. ഞങ്ങൾ സൂയിസൈഡലായി ഏതെങ്കിലും നിലയിൽ സംഘപരിവാർ നടത്തുന്ന നറേഷനോടൊപ്പം നിൽക്കുകയാണെന്നതല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ കാണേണ്ടത്. ക്യാമ്പസിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞങ്ങൾ രാഷ്ട്രീയപരമായ നിലപാടെടുക്കുന്നത്. ക്യാമ്പസിൻ്റെ അനുഭവത്തിൽ, അവിടുത്തെ അനുഭവ പശ്ചാത്തലത്തിൽ MSF ഇന്ന് എന്ത് ചെയ്യുന്നു? ക്യാമ്പസിൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ പറഞ്ഞതുപോലെ ഈ മതരാഷ്ട്ര സങ്കല്പത്തിന് ഊന്നിക്കൊണ്ടുള്ള ഇത്തരം സംഘടനകൾക്ക് സാധ്യത ഒരുക്കാൻ കഴിയുന്ന രൂപത്തിൽ മതവർഗീയവാദം വിദ്യാർത്ഥികൾക്കിടയിൽ ചിലവാക്കുന്നു. അങ്ങനെ MSF ചെയ്യുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടാകുന്നതോടുകൂടി സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വിഭജനമുണ്ട്. ആ വിഭജനത്തെ നിങ്ങൾ കരുതുന്ന പോലെ എളുപ്പമല്ല. അത് അത്രത്തോളം അപകടകരമാണ്. ആ അപകടകരമായ സ്ഥിതിവിശേഷണത്തെ തുറന്നു കാണിക്കുക, അവരതിൽ നിന്ന് പുറകോട്ട് വലിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. മുസ്ലിം രാഷ്ട്രീയത്തെയും ഇസ്ലാമിക രാഷ്ട്രീയത്തെയും എങ്ങനെയാണ് സഞ്ജീവ് വേർതിരിക്കുന്നത്? നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ലൈൻ വരച്ച് എങ്ങനെയാണ് നമുക്ക് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിനെയും കമ്മ്യൂണൽ പൊളിറ്റിക്സിനെയും വെക്കുക. ഈ ലൈൻ വരച്ചതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഇത് രണ്ടിനെയും നമുക്കും ഐഡന്റിഫൈ ചെയ്യാൻ. ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അതിനൊരു പ്രശ്നം ഞാൻ പറയാം. ആ ഐഡന്റിഫിക്കേഷനിൽ പ്രധാനമായിട്ടും വരുന്നത് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി വിദ്യാർത്ഥികൾക്കിടയിൽ എന്താ പറയുന്നത്? വിദ്യാർത്ഥികൾക്കിടയിൽ ഈ പറഞ്ഞതുപോലെ ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ഇന്ന മതത്തിലുള്ള വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെയും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു വികാരം ഉയർത്തിവിടാനുള്ള ഇടപെടൽ കൂടി നടത്തുകയാണ്. നേരെ മറിച്ച് ഞങ്ങളുടെ അല്ലെങ്കിൽ സ്വത്ത് പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല.
സ്വത്ത് പ്രശ്നത്തെയാണ് MSF അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ആരും ഇന്നേ വരെയും അഭിപ്രായ വ്യത്യാസം പറയില്ല. ഇപ്പോൾ SFIയെ ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, പെട്ടെന്ന് എങ്ങനെ SFI ഇതിലേക്ക് ഇറങ്ങി? പെട്ടെന്നല്ല. ഈ പറഞ്ഞ മാറ്റം കേന്ദ്രത്തിൽ സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം ദൂരെ ആ അപകടത്തെ ചൂണ്ടിക്കാണിച്ച് ഈ അപകടം മുന്നിൽ നിൽക്കുന്നു. ആ അപകടത്തെ ചൂണ്ടിക്കാണിച്ച് ഇപ്പുറത്തെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അതിനെതിരെയുള്ളൊരു വികാരം ജനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം അങ്ങനെയാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടല്ലേ ഇതിനെതിരെ പോരാടേണ്ടത്? ഇന്ത്യയിൽ ഉള്ള മുസ്ലിം സംഘടനകളുടെ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മുസ്ലിം ലീഗാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. നേരത്തെ സഞ്ജു സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, PDP ഉണ്ട്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഉണ്ട്, കശ്മീരിൽ PDP ഉണ്ട്. ഈ പാർട്ടികളിൽ എല്ലാ പാർട്ടികളും ഒരുപോലെ മതരാഷ്ട്രവാദികളാണ് എന്നുള്ളതാണ് ഇപ്പോൾ SFI പറയുന്നത്. അങ്ങനെയല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു നറേഷനാണ് ആവശ്യമെങ്കിൽ അത് ഏത് അർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് സംഘടനയാണ് മുസ്ലിം സ്വത്വത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്? ഇപ്പോൾ മുസ്ലിം സ്വത്വത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രമല്ല, മുസ്ലിം സ്വത്വങ്ങൾ ഇപ്പോൾ ന്യൂനപക്ഷ, ഇപ്പോൾ പലപ്പോഴായിട്ടുണ്ടാകുന്നൊരു എല്ലായ്പ്പോഴും ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെയുള്ള ശബ്ദം ഉയർത്തുമ്പോൾ അത് മതത്തിനെതിരെയുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ മതം നേരിടുന്ന പ്രശ്നങ്ങളെ അട്ടിമറിക്കാനുള്ള ഇടപെടലാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്കിടയിൽ എപ്പോഴും ഭൂരിപക്ഷ ന്യൂനപക്ഷ ഇടങ്ങൾക്കിടയിൽ എപ്പോഴും ന്യൂനപക്ഷത്തോടൊപ്പം ഐക്യപ്പെട്ട് നിൽക്കേണ്ടതായിട്ടുള്ള ഇടപെടൽ, ഇതിനോടൊക്കെ വിശാല കാഴ്ചപ്പാടുള്ള പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആയിട്ടൊരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും, ഞാൻ MSF എന്നുള്ള ചെറിയ കൺസെപ്റ്റ് അല്ല, കുറച്ചുകൂടി ബ്രോഡായിരുത്താൽ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും സമീകരിക്കുന്നതോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സംഘടിക്കാനുള്ളൊരു അവകാശത്തെയാണ് നിങ്ങൾ എതിർക്കുന്നത്. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ കൂടുതലായിട്ടും സംഘടിപ്പിക്കപ്പെടുന്നത് മുസ്ലിം ലീഗിലൂടെയാണ്. ആ മുസ്ലിം ലീഗിനെ നോക്കിയാണ് നിങ്ങൾ വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് അവരുടെ അരക്ഷിതാവസ്ഥയിൽ അവർക്ക് ചേക്കേറാനുള്ളൊരു ഇടം, അതിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. അതിലൊരു പ്രശ്നമില്ലേ? കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഏതെങ്കിലും സംഘടിപ്പിക്കപ്പെട്ട രൂപത്തിലല്ല എന്ന് അവരുടെ തന്നെ മേഖലയിലെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അവരുടെ തന്നെ മേഖലയിലെ അതിൽ തന്നെ പ്രത്യേകമായി പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം ലീഗിന് ഒരു ഭൗതിക നേതൃത്വമില്ല. എങ്ങനെ ഈ പ്രശ്നങ്ങളെ നേരിടണം, എങ്ങനെ ഈ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യണം, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം, ഈ RSS ഉയർത്തുന്ന ഈ അപകടകരമായിട്ടുള്ള മതരാഷ്ട്ര സങ്കല്പത്തെ, നിയോ ഫാസിസ്റ്റ് രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ മതരാഷ്ട്ര സങ്കല്പത്തെ, RSSൻ്റെ എല്ലാ തോതിലുമുള്ള ഈ അക്രമത്തെ എങ്ങനെ നേരിടണം എന്നുള്ള ഭൗതികമായിട്ടുള്ളൊരു നേതൃത്വം ഇന്ന് ആർക്കില്ല? മുസ്ലിം ലീഗിനില്ല. അതിൻ്റെ ഒരു ലാക്ക് അവിടെ കാണാൻ. അതാണ് ആ കാണുന്ന വെള്ളവും വളവും അതിനോടൊപ്പമുള്ള അതിൻ്റെ സാധനങ്ങളും കൊടുക്കുന്നത്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്. ദാവൂദിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് അല്ല, ഞാൻ പറഞ്ഞു അതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത്, അതിൽ എനിക്കെതിരെ വന്നിട്ടുള്ളൊരു വിമർശനം അതാണ്. ദാവൂദ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ, ആ വാക്കുകൾ CPM-നെതിരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയോ SFIക്കെതിരെയോ കോയിൻ ചെയ്യാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നു? ആ വാക്കുകളുടെ അർത്ഥങ്ങൾ പരിധി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് പറഞ്ഞത് ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം, അപ്പോൾ അതിന് പറഞ്ഞത് അംബേദ്കർ പറഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, അതിന് പുറമെ മറ്റൊന്ന് അഗ്രഹാര ബ്രാഹ്മണൻ, അഗ്രഹാരപുത്രൻ, അങ്ങനെ തുടരുന്നു. പിന്നെ എൻ്റെ ശരീരത്തിൽ പെറ്റുകിടക്കുന്ന സംഘപരിവാർ. ഇത് സ്വാഭാവികമായിട്ടും ഇസ്ലാമോഫോബിക് ആയ ഡയലോഗ്സ് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമോഫോബിക് അല്ലല്ലോ. MSF സംസ്ഥാന പ്രസിഡന്റ് വർഗീയവാദ നിലപാടെടുക്കുന്നു. MSF വർഗീയവാദ നിലപാടാണ്. പ്രസംഗത്തിൽ സഞ്ജീവ് പറഞ്ഞത് കേരളത്തിലെ ലക്ഷണമൊത്തൊരു വർഗീയ സംഘടനയാണ് MSF. അതെ, അങ്ങനെ ആയി തീർന്നിരിക്കുന്നു എന്ന പ്രയോഗം അന്ന് നടത്തിയിട്ടില്ല. ഞാൻ പറയുന്നതിന് പ്രത്യേകമായി ഇന്ന് ഞാൻ പ്രത്യേകം തന്നെ പറഞ്ഞു, അതിന് ചരിത്രപരമായ സാധുതയില്ല. അല്ല, ചരിത്രപരമായി ഒരിക്കലും സാധുതയില്ല. അങ്ങനെ മണ്ടത്തരങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. കാരണം ചരിത്രപരമായി എങ്ങനെ നിൽക്കുന്നു? ഇന്ത്യ നിൽക്കാൻ പറ്റില്ല. കാരണം മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് പ്രാതിനിധ്യം കൊടുക്കുന്നതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതെ, അതിന് മുന്നേ പോവാം നമുക്ക്. ഇന്ത്യ വിഭജിക്കപ്പെടുകയും അന്ന് ജിന്ന പാകിസ്ഥാൻ വാദം ഉന്നയിച്ച് മുസ്ലിം ലീഗിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അതിനുശേഷം ഇവിടെ മദ്രാസിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അന്ന് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തലശ്ശേരി ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഞാൻ കടന്നു വരുന്ന ജില്ലയിൽ നിന്നാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അന്ന് ആ വരേണ്യബോധമുള്ള കുറച്ച് മുതലാളിമാരായ മുസ്ലിം ജനവിഭാഗത്തിനിടയിലാണ് ആദ്യമായി ഇടപെടുന്നത്. പിന്നീടാണ് മലബാറിൽ മറ്റ് ജില്ലകളിലേക്ക് അത് പടരുന്നത്, പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള സ്ഥലത്ത്. പൊന്നാനി ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് ആ ഘട്ടങ്ങളിൽ ഈ വിഭാഗത്തിനിടയിൽ, പ്രത്യേകിച്ച്
ദരിദ്രരായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് മുസ്ലിം ലീഗ് പടർന്നു കയറുന്നത് ആ ഘട്ടത്തിൽ, പിന്നീട് 80-കൾ അങ്ങോട്ടേക്ക് കാണുമ്പോൾ. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലൊക്കെ നടത്തിയിട്ടുള്ളത് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കാൻ പ്രത്യേകപരമായി ശ്രമിക്കാറുണ്ട്. എന്നാൽ പതിയെ ഇപ്പോൾ ഞങ്ങൾ ഇന്നെൻ്റെ പ്രസ് മീറ്റിൽ ഞാൻ പ്രത്യേകം മാധ്യമങ്ങളോട് പറഞ്ഞു, 2017 ശേഷമാണ് നവാസ് പ്രസിഡന്റ് ആയ ശേഷം MSF-ൽ ഞങ്ങൾ ഈ മാറ്റങ്ങൾ ചെയ്യാം. അത് ഇന്നാളുടെ മാറ്റം എന്നതിനേക്കാൾ അപ്പുറത്ത് തന്നെ അതിലുണ്ടാക്കിയിട്ടുള്ള അവരുടെ അക്നോളജ്മെൻ്റ് ഉണ്ട്. അതിൽ എന്താണ് അക്നോളജ്മെൻറ്റ്? ഈ രീതിയിൽ ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവില്ല. അത് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ സ്വത്വത്തെ നിലനിർത്തിക്കൊണ്ട് പറയുമ്പോൾ തന്നെയും ഈ പറഞ്ഞതുപോലുള്ള പ്രയോഗങ്ങൾ വരുന്ന രൂപത്തിലുള്ള തീവ്രപരമായിട്ടുള്ള വർഗീയവാദ നിലപാടുകൾ ക്യാമ്പസുകളിൽ ഒളിഞ്ഞും രഹസ്യമായും പരസ്യമായും പറയുക എന്നുള്ളതാണ്. അത് പറയുന്നത് ഞങ്ങൾ നേർസാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾ പറയുന്നത് ഇതിനു മുമ്പ് അവർ പറഞ്ഞിട്ടില്ല എന്നല്ല. 2017 തൊട്ട് ഇത്ര വരെ നിങ്ങൾ അതൊരു വ്യക്തത വരുത്തേണ്ട കാര്യം. 2017 ശേഷം ക്യാമ്പസുകളിൽ പഴയ MSF-നും ഇപ്പോഴാണല്ലോ MSF-നെ കുറിച്ച് പരാതി പറയുന്നത്, ഈ കാലഘട്ടത്തിൽ എന്ത് മാറ്റമാണ് പ്രകടമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റും? അല്ല, അത് ഒന്ന് ഈ വിദ്യാർത്ഥി സമൂഹത്തിലെ ഇവരുടെ ഇടപെടൽ രീതികളാണ്. ഇടപെടൽ രീതികൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ കമ്മ്യൂണിറ്റിയെ സംഘടിപ്പിക്കുന്നത് ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ്, എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ എക്സ്റ്റെൻറ്റ് അപരമത വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടാവരുത്, അല്ലെങ്കിൽ മറ്റേത് MSF-ന് പറ്റുമോ? കാരണം MSF-ഉം KSU യൂണിയൻ അവർ ഒരു സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അല്ല, അത് എല്ലായിടത്തുമില്ല. ചിലയിടങ്ങളിൽ അവരൊറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇവരുള്ള ഇടങ്ങളിലും ഇതിനെ ഒരു കവചമായി മുന്നിൽ വെക്കാറുമുണ്ട് KSU-വിനെ. ഇതിൽ ഞങ്ങൾ പറയുന്നത് ഒരു ഘട്ടത്തിൽ പോലും സംഘപരിവാർ ഇത് ആയുധമാക്കരുത് എന്ന് ആരേക്കാളും നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട്. ആരേക്കാളും നിർബന്ധ ബുദ്ധി അതുണ്ടാവാം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെ പല വിധത്തിൽ ഡിവൈറ്റ് ചെയ്യാൻ ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചില ഉത്തരങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ഉത്തരങ്ങൾ പറയാതിരിക്കാനും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താണ്? എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് ഞാൻ സ്വാഭാവികമായിട്ടും ഇവിടെ വിവരിക്കേണ്ടത്. ഇവിടെ ഇന്ന് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി, ഇന്ന് സാമൂഹ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായി സാമൂഹ്യ നിലയിൽ ജനങ്ങളെ ആകെ വിഭജിച്ച് മതരാഷ്ട്രവാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനുള്ള ഒരു വലതുപക്ഷ ശക്തി ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട്. അത് ലോകപരമായിട്ടുള്ളതാണ്. അത് ലോകത്ത് നമ്മൾ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങൾ ചർച്ച ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നം ക്യാമ്പസുകൾ കേരളത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സെക്കുലർ ഫാബ്രിക്കിനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ക്യാമ്പസ്. ആ ക്യാമ്പസിൽ സംഘപരിവാറിന് സാധ്യത സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിൽ തലച്ചോറുകളെ മാറ്റാൻ ഇവരിടപെടുന്നു. ഇപ്പം നേരത്തെ സഞ്ജീവ് പറഞ്ഞതിലും മുസ്ലിം പ്രശ്നങ്ങളെ, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ അവരുടെ മാത്രം പ്രശ്നങ്ങളല്ലാതെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായി കാണണം എന്നുള്ള ആ ഒരു നരേഷൻ എപ്പോഴും CPM, SFI കുറിച്ചല്ല പറഞ്ഞു, CPM കാത്തു സൂക്ഷിച്ച ഒരു പാരമ്പര്യമല്ല. കാരണം ഇപ്പോൾ CIC പൗരത്വ നിയമത്തിൻ്റെ വിഷയത്തിൽ സമരം ചെയ്യുമ്പോൾ അത് മുസ്ലിം വിഷയമായിട്ടാണ് CPM അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിക്കുമ്പോൾ അത് മുസ്ലിം വിഷയമായിട്ടാണ് CPM അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം വിഷയങ്ങളെ മുസ്ലിം വിഷയമായി തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന CPM ഇപ്പോൾ പറയുന്നത്, സഞ്ജീവ് പറയുന്ന പോലെ ഇത് പൊതുവിഷയമാണ്. അല്ല, ഞാൻ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം വിഷയങ്ങളെ അങ്ങനെ നിർത്തുമ്പോൾ തന്നെ CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ അത് സമര രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സമരത്തിൽ മുസ്ലിം പ്രശ്നമായിട്ടാണ് ഞാൻ പറയട്ടെ, അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ട് ആ വിഭാഗത്തിനിടയിൽ വീണ്ടും പോളറൈസേഷൻ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന ഒരു വിഭാഗം അതിനിടയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ സംഘടിപ്പിച്ചോളാം, ലീഗ് സംഘടിപ്പിക്കേണ്ട എന്ന നിലപാടൊന്നുമില്ല. ലീഗിന് സംഘടിപ്പിക്കാൻ കഴിയുന്നത് സ്വാഭാവികം ലീഗ് സംഘടിപ്പിക്കുന്നില്ലേ? ലീഗിനെ ഞങ്ങളത് തീരുമാനിച്ചിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങൾ മറിച്ച് എന്താ ചെയ്യുന്നത്, അവർ ഇത് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ലൈനിലല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹോകളായി ഇവർ മാറുന്നു എന്നുള്ള പ്രശ്നങ്ങൾ പലയിടങ്ങളിലായി കടന്നു വരുന്നു. ആ പലയിടങ്ങളിൽ ക്യാമ്പസുകളുണ്ട്. അത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നുള്ളതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ക്യാമ്പസിൽ SFI ഉണ്ട് എന്നുള്ളതാണ്. ക്യാമ്പസിൽ ഈ അറബിക് കോളേജുകൾക്കെതിരെ സഞ്ജീവ് പറഞ്ഞിട്ടുള്ളത്, അറബിക് കോളേജുകളിലാണ് ഇവർ തട്ടുംപുറത്ത് യൂണിയൻ ഉണ്ടാക്കുന്നത്.
ഈ അറബിക് കോളേജുകൾക്കെതിരായിട്ടുള്ള വിമർശനം പോലും ഒരു തരത്തിലൊരു ഇസ്ലാമോഫോബിക്കാണ്. ഈ മുസ്ലിങ്ങളാകെ മതജീവികളാണ്, ആ മതജീവികളെ അങ്ങ് MSF വിലക്കെടുക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു വളരെ ഇസ്ലാമോഫോബിക്കായ ഡയലോഗാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനമല്ല, നമ്മൾ കേൾക്കുന്നവർക്ക് തോന്നുന്നു അറബിക് കോളേജുകളിൽ യൂണിയൻ ഉണ്ടാക്കുന്നത് എന്തോ പ്രശ്നമാണ്. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ യൂണിയൻ ഉണ്ടാക്കുന്നതിനൊന്നും SFI ഒരിക്കലും എതിരില്ല. എന്താ പ്രശ്നം പറഞ്ഞത്? ശ്രീമാൻ അബ്ദുൾ റബ്ബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷം കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് ഒന്നും പാലിക്കാതെ പോലും അവിടെവിടങ്ങളിൽ ചെറു കോളേജുകൾക്ക്, പ്രത്യേകിച്ച് അറബിക് കോളേജുകൾക്ക് അനുവാദം കൊടുത്തു. ഇതിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് മുസ്ലിം ലീഗിൻ്റെ മാനേജ്മെൻറ്റാണ്. ഇവിടങ്ങളിൽ നിന്നൊക്കെ വേണ്ട വിധത്തിലുള്ള വിദ്യാർത്ഥികൾ, അത്രത്തോളം ഒരു 500-1000 വിദ്യാർത്ഥികൾ, അവിടെ വളരെ കുറച്ച് വിദ്യാർത്ഥികളാണ്, അത്ര പേര് പഠിക്കുന്നുള്ളൂ. ആ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവിടങ്ങളിൽ കടന്നു ചെന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു ഘട്ടത്തിലും ഇവർ അനുവദിക്കാറില്ല. SFI ഒന്നും അങ്ങോട്ട് കടത്തി വിടാറില്ല. എന്നാൽ അവിടങ്ങളിൽ നിന്നൊക്കെ ഓരോ UUCയും സർവകലാശാലയുടെ അകത്തളങ്ങളിലേക്ക് വരാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഗവൺമെൻറ് കോളേജിൽ 1000-2000 വിദ്യാർത്ഥികളുടെ എലക്ഷൻ നടന്ന് അവിടെ നിന്നും UUCമാർ കടന്നു വരുന്നുണ്ട്. ഈ പൊളിറ്റിക്കലായിട്ടുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഈ പൊളിറ്റിക്കലായ വിഷയമാണ്. അപ്പോൾ MSFനെ വിമർശിച്ചാൽ അറബിക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. മുസ്ലിങ്ങളല്ലാത്തൊരു അറബി പഠിക്കുന്നില്ലേ? പഠിക്കുന്നുണ്ട്, കേരളത്തിൽ പഠിക്കുന്നുണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാണോ? അല്ലെങ്കിൽ MSFനെതിരെ നടത്തുന്ന വിമർശനങ്ങളൊക്കെ ഇസ്ലാമിക് ഫോബിക്കാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അങ്ങനെ ഒരു നറേഷൻ വരുന്നതെന്ന്. ഈ MSFനെതിരെ പറയുമ്പോൾ ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് പറയുന്നതാവുന്നത് പോലെ തന്നെയാണ്. കാരണം അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ളൊരു പാർട്ടിയാണ്, പ്രസ്ഥാനമാണ്. അവർ സാമുദായിക വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോരുന്നതുമാണ്. ആ പാർട്ടിയെ മതരാഷ്ട്രവാദികളാക്കുന്നതോടുകൂടി, മതരാഷ്ട്രവാദികൾ എന്നുള്ള വലിയ ആരോപണമാണല്ലോ, അങ്ങനെ മുസ്ലിം ലീഗിനെയും MSFനെയും മതരാഷ്ട്രവാദികളാക്കുന്നതോടുകൂടി ആരെയാണ് മതരാഷ്ട്രവാദികളാക്കുന്നത്, മതജീവികളാക്കുന്നത്? അവിടെയാണ് പ്രശ്നം. മുസ്ലിം ജനവിഭാഗങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഇവർക്കാണോ എന്നൊരു ചോദ്യം അപ്പോഴും അവശേഷിക്കുകയല്ലേ. അവരെ ജനാധിപത്യപരമായി മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്ക് അണിനിരത്താൻ ഈ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവരെ സംഘടിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ പാർട്ടിയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളില്ലേ? SFIയിലില്ലേ? എല്ലാ ജനവിഭാഗത്തിലുണ്ടോ? എന്താ ഇല്ലാത്തത്? എന്താണ്? ഒരു ആനുപാതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടോ CPMനകത്ത്? നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് CPM പോലൊരു പാർട്ടി ഇങ്ങനെ പരിശോധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPMനെ സംബന്ധിച്ച് ഞാൻ CPMനെ കുറ്റം പറയുന്നതല്ല. മുസ്ലിം കമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി മതവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും. മതവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ അതിനനുസരിച്ച് സ്വത്ത് കീപ്പ് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ അവർ അണിചേരും. അത് സ്വാഭാവികമാണ്. അതിനെയാണ് സഞ്ജീവ് എതിർക്കുന്നത്. അല്ല, അതിൽ വേറൊരു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സ്വത്വമുള്ള പാർട്ടിയിൽ അവർ അണിചേരുമ്പോൾ തന്നെയും ആ പാർട്ടിയെ പിന്നീട് ഇത്തരത്തിലുള്ള ആശയക്കാർ വിലക്ക് വാങ്ങിയാൽ, അതിൻ്റെ നേതൃത്വത്തെ സ്വാധീനിച്ചാൽ അവിടെ അപകടകരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ലേ? ഇന്ത്യ നേരിടുന്ന പ്രശ്നത്തെ കൂടുതൽ അത് സങ്കീർണമാക്കില്ലേ? ആ സങ്കീർണതയെ അഡ്രസ്സ് ചെയ്യാൻ ഒരു മതവിശ്വാസിയായിട്ടുള്ള മനുഷ്യന് കമ്മ്യൂണിസ്റ്റായി തുടരാൻ കഴിയുന്ന ഒട്ടനവധി ഉദാഹരണങ്ങളുണ്ട്. പാലോളി എന്താ അതിനുള്ള ഉദാഹരണമല്ലേ? എളമരം കരീമിൻ്റെ ഉദാഹരണമല്ലേ? ഇപ്പോൾ ഞാനിരിക്കുന്ന കോഴിക്കോട് SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P താജുദ്ദീൻ, സയ്യിദ് മുഹമ്മദ് സാദിഖ് SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, ഇവരൊക്കെ വിശ്വാസികളാണോ? തീർച്ചയായും. എന്താ സംശയം? അവർക്ക് വിശ്വാസമുള്ളവരാണ്. മുസ്ലിം നാമധാരികൾ എന്ന അർത്ഥത്തിലല്ല. അല്ല, വിശ്വാസികൾ എന്നായിക്കൂടാ. നിങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും മതവിശ്വാസം എന്നുള്ള ഒരാളുടെ വ്യക്തിപരമായ ഒന്നാണ്, വ്യക്തിപരമായ ഒരു കാര്യമാണ് മതവിശ്വാസം. ആ മതവിശ്വാസത്തെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കുഴക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? രാഷ്ട്രീയത്തിലേക്ക് കുഴക്കുന്നതല്ല, മതം സ്വത്വബോധമാണല്ലോ. ആ സ്വത്വബോധത്തിന്റെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ആളുകൾ ആ സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാകും എന്നുള്ളതാണ്. സ്വത്വബോധം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോടുകൂടി മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ പറഞ്ഞ പാർട്ടികളുമായി ബന്ധപ്പെട്ടും വ്യത്യസ്ത ആളുകൾ വർഗീയ കാഴ്ചപ്പാടുകളോടുകൂടിയും ഇടപെടില്ലേ? ആ ചോദ്യം തിരിച്ചില്ലേ? അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ആളുകൾ എവിടെ പോകണം? അപ്പോൾ ആ പ്രശ്നം ക്യാമ്പസിൽ വന്ന് നിൽക്കുകയാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥികൾ, അവരെ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല. അവിടെ മറ്റൊരു പ്രതലം ഉണ്ടാക്കുകയാണ്. ആ പ്രതലം മറ്റൊരു രൂപത്തിൽ ഇന്ത്യയിലെ സംഘപരിവാറിനെ സഹായിക്കുന്നു. അതിൽ ഞങ്ങളെ
സംഘപരിവാറിന്റെ ശബ്ദമായി. തിരിച്ചും സംഭവിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ മുഴുവൻ അവരുടെ മതേതരത്വം അളക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെയും മുസ്ലിങ്ങളുടെയും ഒരിക്കലുമല്ല, മുഴുവൻ പേരുടെയല്ല, ഒരിക്കലുമല്ല. നിങ്ങൾക്ക് അവിടെയാണ് ആ പ്രശ്നത്തെ അതിൻ്റെ ഭീകരതയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ മതനിരപേക്ഷ ബോധ്യമല്ല. MSF ഇന്ന് മതനിരപേക്ഷ ബോധ്യം പറയുന്നുണ്ടോ? മതനിരപേക്ഷത എന്ന വാക്ക് പോലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, MSF കഴിഞ്ഞ കാലയളവിൽ നടത്തിയ സംഘപരിവാർ വിരുദ്ധ സമരങ്ങളുടെ എണ്ണം എത്രയാണ്? നിങ്ങൾ അന്വേഷിക്കണം. സംഘപരിവാർ വിരുദ്ധ സമരങ്ങൾ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ടത് ആരെയാണ്? ആ എതിർക്കപ്പെടുന്നതിൻ്റെ തോത് എത്രയാണ്? ആരെയാണ് എതിർക്കുന്നത്? NCERT പാഠപുസ്തകങ്ങളിൽ നടന്നിട്ടുള്ള വെട്ടിമാറ്റൽ, പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള സമരം, ഈ നാട്ടിലെ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി സർവകലാശാലകളിൽ നടക്കുന്ന കാവ്യവൽക്കരണം, മുഴുവൻ VC-മാർക്കെതിരെയുള്ള സമരം, എവിടെയാണ് MSF? ആ സമരത്തെ സംഘപരിവാറിനോടുള്ള പോരാട്ടം മാത്രമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് അവരുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമുദായത്തിൻ്റെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ, അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണല്ലോ CH3 മുതൽ ഇങ്ങോട്ടുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ടുള്ള വേണ്ടിയാണ്. ശരിയാണ്. പക്ഷേ പലപ്പോഴും അവരതിനെ മുൻനിർത്തി പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ EMS ഭവന പദ്ധതി അട്ടിമറിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പകരം അവരുടെ മേഖലയിൽ തന്നെ മറ്റൊരു ഭവന പദ്ധതി കൊണ്ടുവന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പുറകോട്ട് പോയി ഇഹലോകത്തിലെ പ്രശ്നങ്ങളെ പരലോകത്തിൽ വെച്ച് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് കാണിച്ച് ഏതെങ്കിലും വിധത്തിൽ മതവിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇടപെടിക്കുന്നത് ശരിയാണോ? അതാണ്, അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ദീനിൽ നിന്ന് കുട്ടികൾ മാറിപ്പോകും. നിങ്ങൾ MSF അല്ലെങ്കിൽ നിങ്ങൾ ദീനിലല്ല. സുറാത്തിന്റെ പാലം നിങ്ങൾ കടക്കണമെങ്കിൽ നിങ്ങൾ MSF ആണ്. മതമാണ് പ്രശ്നം. ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു കോളേജിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഒരു പെൺകുട്ടി ഒരു SFI കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ SFI ആയാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താകും. അങ്ങനെ ഉണ്ടോ? ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? 7 വൻപാവങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ആ 7 വൻപാവങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് മുസ്ലിം ലീഗിൽ? അപ്പോൾ അതിനനുസരിച്ച് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായിട്ടുള്ളൊരു നേതൃത്വം അല്ല, അങ്ങനെ മതം പറഞ്ഞ് മതത്തിൽ നിന്ന് മതത്തിൻ്റെ ഈ പരലോക നന്മയൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ട് MSF എന്നാണ് പറയുന്നത്. അതെ, ഞാൻ അതിലേക്ക് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഒട്ടനവധി തെളിവുകൾ ഞാൻ ഇന്ന് എൻ്റെ പ്രസ് മീറ്റിൽ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയരുത്, അതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി പ്രവർത്തിക്കരുത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുമായ SFI ജം കോളേജിൽ യോജിച്ചു എന്നൊക്കെ നവാസ് പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ടായി. SFIയുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു അന്ന് അതിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ നൽകിയിട്ടുള്ളൊരു മറുപടി ഉണ്ട്. അങ്ങനെ ഒരു കോളേജിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല. അങ്ങനെ ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധം പുലർത്തി SFIക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന SFIക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ ഞാൻ ഇന്ന് അതിനും മറുപടി നൽകി. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾക്കല്ലേ ആ നിലയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയപരമായ ആരോപണങ്ങളെ MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിലെ ദുരാരോപണങ്ങൾ കൊണ്ട് നേരിടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാൻ എന്താ ചോദിച്ചത്? എന്താണ് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ബൈറ്റ്? നിങ്ങൾ കേൾക്കണം. ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയല്ല. ജമാഅത്ത് ഇസ്ലാമി വർഗീയ സംഘടനയല്ല എന്നല്ല പറഞ്ഞത്, വർഗീയ സംഘടനയാണെന്ന് ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി അവർക്ക് അത് ഓൺ ചെയ്യുന്നില്ല. അല്ല, അതിലൊരു വേറെ പ്രശ്നം കൂടി ഉണ്ട്. പോലീസ് അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അതെ, ഞാൻ ചോദിക്കുന്നത്, സംഘപരിവാറിനെതിരെ ഈ നാട്ടിൽ ആരെങ്കിലും കേസെടുത്തിട്ടാണോ നമ്മൾ സംഘപരിവാറിനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്? അല്ല, മുസ്ലിം ലീഗിന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ജമാഅത്തെ ഇസ്ലാമിയുമായി അടുത്ത ബന്ധമുണ്ട്. അതെ, അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് പിന്തുണ എന്നതിനപ്പുറത്ത് മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദം സ്വീകരിച്ചിട്ടില്ല, മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭൗതിക നേതൃത്വമായിട്ട് ഇന്ന് മുസ്ലിം ലീഗിന് പ്രവർത്തിക്കാൻ ആവുന്നില്ല. ആ ഭൗതിക നേതൃത്വത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ അത്തരം ഭൗതിക നേതൃത്വത്തിൻ്റെ പരാമർശങ്ങളാണ്, ആ കീനോട്ടായിട്ടുള്ള വേർഡുകളാണ് ഇന്ന് MSF നേതാക്കളുടെ വാക്കിൽ നിന്ന് ക്യാമ്പസുകളിൽ മുഴിയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ താതാത്മ്യപ്പെടുന്നു, എന്നാൽ മറ്റിടങ്ങളിൽ ഞങ്ങൾ ബന്ധപ്പെടുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ആശയപരമായി ബന്ധപ്പെടണം. ഒരേ സ്വഭാവമുള്ള, ഒരേ സ്വത്വബോധത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഒരേ വിഭാഗത്തെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇരു വിഭാഗങ്ങളിൽ ഒരാൾക്ക് എന്തേ ഉള്ളൂ? ഒരാൾക്ക് മതരാഷ്ട്രം എന്നുണ്ട്. ഇതിൽ നിന്നും വ്യത്യസ്തമായ നിലപാട്, മതരാഷ്ട്ര ചിന്ത മാത്രം ആർക്കില്ല?
MSFിനില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇടകലരാൻ സാധ്യതകൾ കൂടുതലല്ലേ? ഈ ഇടകലർച്ചകൾ നടന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഇടകലർച്ചകൾ നടന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ അതിനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെ സഖ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുള്ളത് LDFിൻ്റെ നിലപാടാണോ? അല്ല, ഇവിടെ നിൽക്കുന്നത് സ്വത്വ പാർട്ടികളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM, ഇപ്പോൾ ഇതിൻ്റെ LDFിൻ്റെ കൂടെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് INL നിലനിൽക്കുന്ന. അതോടൊപ്പം തന്നെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ ഇവരുടേതായ പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ഈ പൊളിറ്റിക്കൽ പ്രോഗ്രാംസിനെ ഏതെങ്കിലും ഇടകലർന്ന് പോകുന്ന ഒരു സാധ്യതയും പലപ്പോഴായിട്ടുണ്ടാവില്ല. എന്തിന്? CPI CPM ആ പ്രോഗ്രാംസിന് വ്യത്യസ്തത പ്രഖ്യാപിക്കപ്പെട്ട പ്രോഗ്രാംസാണ്. ഈ രണ്ട് പ്രോഗ്രാംസിൻ്റെയും സാമ്യതയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. ആ സാമ്യതയിൽ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് ആ നിലയിൽ ഒരു രാഷ്ട്രീയ രൂപമായി പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ആ നിലയിൽ മുന്നോട്ട് വന്നിട്ട് ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അവർ തയ്യാറാവുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്? നിരുപാധികമായി പിന്തുണ നൽകുകയാണ്. ആ പിന്തുണയുടെ ഭാഗമായി ഇവരുടെ പ്രവർത്തകർക്കിടയിലേക്കും ഇവരുടെ നേതൃത്വങ്ങളുടെ ഇടയിലേക്കും ഇവർ നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് കുറച്ചു മുമ്പേ സംഘടിപ്പിച്ചതാണ്. ആ നുഴഞ്ഞുകയറ്റ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ളതാണ്. സ്വാഭാവികമായിരിക്കും. അറിഞ്ഞോ അറിയാത്തതോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളുടെ വിമർശനം മുന്നിൽ നിൽക്കുകയാണ്. ആ വിമർശനത്തെ തൊട്ടു തലോടാൻ MSF സംസ്ഥാന പ്രസിഡന്റ് തയ്യാറായിട്ടില്ല. ആ വിമർശനം നിലനിൽക്കുകയാണ്. സ്വത്വ പാർട്ടികളാണെന്ന് ഞങ്ങളെന്നും അത് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുമ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയത്തിൻ്റെ ഭാഗമായി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളാൻ, അതൊരു വർഗീയ പാർട്ടിയാണെന്ന് പ്രസ്താവിക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് CPM നേരത്തെയൊക്കെ സഖ്യമൊക്കെ ഉണ്ടായിട്ട്, സഖ്യമല്ല തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ? കോഴിക്കോട് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം. അന്നൊക്കെ നിങ്ങളിപ്പോൾ ഇതേ പറഞ്ഞിട്ടുള്ള കാര്യം അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് കോടിയേരി ബാലകൃഷ്ണനോട് നിങ്ങൾ ചോദിച്ചാണ്. അങ്ങനെ ഒരു പാർട്ടിയുമായി, അങ്ങനെ ഒരു പ്രസ്ഥാനവുമായി ബാന്ധവത്തിൽ ഏർപ്പെടാൻ CPM എവിടെയും പൊതുവിൽ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബാന്ധവം എന്ന് പറയുന്നത് ഇപ്പോഴും കോൺഗ്രസിനോട് ഇപ്പോൾ ചോദിച്ചാൽ അവരും പറയും ബാന്ധവമില്ല. തെരഞ്ഞെടുപ്പ് ധാരണകളാണ്. അല്ല, തെരഞ്ഞെടുപ്പ് ധാരണകൾ മാത്രമായി നിൽക്കുന്നില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ധാരണകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ സമീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരു മതവിഭാഗത്തിനിടയിൽ നടത്തുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ, അത് പിന്നീട് സംഘപരിവാറിനെ സഹായിക്കാൻ പോകുന്ന ഒരു പ്രവർത്തനത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഞങ്ങളെ വിമർശനത്തെ നിങ്ങൾ താതാത്മ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതോടുകൂടി അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആരെ സഹായിക്കുന്നതാണ്? മതരാഷ്ട്രവാദികളെ സഹായിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായി, അങ്ങനെയുള്ളൊരു ബോധം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂട്ടുനിൽക്കുന്നവരായി മാറും. അവസാനമായി നമുക്ക് ഈ പുരോഗമനം എന്ന് പറയുന്നത്, കേരളത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തുടക്കകാലത്തിലൊക്കെ 2-3 കാറ്റഗറിയായി തിരിക്കാറുണ്ട്. പുരോഗമന മുസ്ലിങ്ങൾ, ദേശീയ മുസ്ലിങ്ങൾ, സ്വത്വവാദികളായ മുസ്ലിങ്ങൾ എന്നൊക്കെ. ഈ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴില്ല. കാരണം ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ, സംഘപരിവാർ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് പൊതുവെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിനെ എന്തുകൊണ്ടാണ് SFI ഭയക്കുന്നത്? എനിക്കതിൻ്റെ മറ്റർത്ഥം, ജമാഅത്തെ ഇസ്ലാമി, MSF പോലുള്ള പ്രസ്ഥാനങ്ങൾ ഒന്നിക്കുന്നു, ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. അതിനെ SFI ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭയപ്പാടല്ല ഞാൻ ചോദിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഉണ്ടല്ലോ. അവർ ഇന്ത്യ എന്ന ബോധത്തിൽ പലപ്പോഴും RSSനെ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുണ്ട്. ചരിത്രാതീത കാലം തൊട്ടേ അംഗീകരിച്ചിട്ടുണ്ട്. എന്താണ് അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ജമാഅത്ത് ഇസ്ലാമി മൗദൂദി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? വെളുത്ത ആളുകളിൽ നിന്ന് ഭരണം കറുത്ത ആളുകളിലേക്ക് മാറുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ സ്വാതന്ത്ര്യത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതേ നിലപാട് മറ്റൊരു രൂപത്തിലെടുത്തവരാണ് RSS. ഈ മതരാഷ്ട്രവാദ സങ്കല്പമുള്ളവരാണ് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി പുതിയ സംഘപരിവാർ കാലഘട്ടത്തിൽ, സംഘപരിവാറിൻ്റെ ഭീതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പല വിഷയങ്ങളിലും ഒന്നിക്കുന്നുണ്ട്. അത് പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ ഒന്നിക്കുന്നുണ്ട്. അതൊരു കോമൺ പ്ലാറ്റ്ഫോം രൂപപ്പെടുന്നുണ്ട്. ആ കോമൺ പ്ലാറ്റ്ഫോം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോം വരുന്ന ഒരു ആശയപരമായ കൈമാറ്റം അവിടെ നടക്കുന്നില്ല. അതിലൊരു പ്രശ്നം നിൽക്കുന്നത് മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ മതവർഗീയവാദത്തെ നേരിടാൻ കഴിയൂ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മതവർഗീയവാദത്തെ ശക്തമായി എതിർത്താൽ മാത്രമേ ജനങ്ങളെ കൂടുതൽ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അതിനെതിരെ അണിനിരത്താൻ കഴിയൂ. ഒരു മതവർഗീയവാദത്തെ മറ്റൊരു മതവർഗീയവാദം കൊണ്ട് നേരിട്ടാൽ ഇരു മതവർഗീയവാദങ്ങൾക്കും വളരാനുള്ള വെള്ളവും വളവുമാകും എന്നല്ലാതെ അവിടെ മതനിരപേക്ഷ ചേരിക്ക് നിലനിൽക്കാൻ കഴിയില്ല. മതനിരപേക്ഷ ചേരിയുടെ ശക്തമായ വക്താക്കൾ എന്ന നിലയിൽ ശക്തമായി ഇരുവർഗീയവാദത്തിൽ അത് ഒന്നാമത്തെ ശത്രുവായി RSSനെ കാണുമ്പോൾ തന്നെയും ഇപ്പുറത്ത് നിലനിൽക്കുന്ന ന്യൂനപക്ഷ വർഗീയവാദത്തിൽ പ്രത്യേകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഇത്തരം സംഘടനകളെ വിഴുങ്ങുന്നതിനോടും ശക്തമായ വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്. സ്വയം വിമർശനപരമായി SFI
ഈ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് SFIക്ക് കടന്നു കയറാൻ പറ്റാത്തതിനെക്കുറിച്ചൊരു സ്വയം വിമർശനം നടത്തിയിട്ടുണ്ട്? അങ്ങനെ ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ കടന്നു കയറാൻ കഴിയാത്ത സാഹചര്യം ഇല്ല കേരളത്തിലെമ്പാടും. കേരളത്തിലല്ല, മലബാറിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ MSF വിജയിച്ചിരിക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എന്നാലും ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതലായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടുതൽ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്ക് ശക്തി പകരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ സംഘപരിവാർ കാലഘട്ടത്തിൽ. ആ സംഘപരിവാർ കാലഘട്ടത്തിൽ മതനിരപേക്ഷ കാഴ്ചപ്പാടിനാണ് കൂടുതൽ ശക്തി എന്ന് തെളിയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അതിനൊരു സ്വയം വിമർശനത്തിനേക്കാൾ അപ്പുറത്തേക്ക് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി, തിരിച്ചറിവിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിനെ ഉയർത്തിക്കെട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങളുടെ ഈ MSF വിമർശനവും. ആ MSF വിമർശനം ചെന്ന് നിൽക്കുന്നത് ഏറ്റവും ടു ദ പോയിൻ്റാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ ജിഹ്വയായി അവർ പ്രവർത്തിക്കരുത്. അവർക്ക് ആ നിലയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് RSSനെ നേരിട്ടോ അല്ലാതെയോ സഹായിക്കുന്നു. ഈ MSF വിമർശനം കൊണ്ട് ഒന്നുകിൽ രണ്ട് കാര്യം സംഭവിക്കുക. ഒന്നുകിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ കുട്ടികളൊക്കെ കൂടി മതനിരപേക്ഷ കക്ഷിയായ SFIയിലേക്ക് വരണം, അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾ അവിടെ ഒരു ഹിന്ദു ധ്രുവീകരണം സംഭവിക്കണം. അങ്ങനെ ഈ ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ വിമർശനം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മതനിരപേക്ഷ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് കേരളത്തിലെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളുടെ ഈറ്റിലമായിട്ടുള്ള ക്യാമ്പസുകളിൽ അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ്. കൂടുതൽ ശക്തിപ്പെടുത്താൻ ആവശ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് MSFൻ്റെ ഈ തെറ്റായ നിലപാടുകൾക്കെതിരെ സക്രിയമായി SFI നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത്തരമൊരു ഭയം ശുഭാപ്തി വിശ്വാസമാണ്. ഒപ്റ്റിമിസം ഓഫ് ദ വിൽ എന്ന് പറഞ്ഞതുപോലെ ശക്തമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ശക്തമായ പോരാട്ടം മുന്നോട്ട് നയിച്ച് പ്രത്യയശാസ്ത്ര ബോധത്തോടു കൂടി ഞങ്ങൾ അതിനെ മറികടക്കും. താങ്ക് യു.